കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മുഖ്യമന്ത്രി മാറിയിരുന്നു, അതായത് ക്യാപ്റ്റൻ മാറിയിരുന്നു. ഇത്തവണയാണ് ആദ്യമായിട്ട് ഒരു മുന്നണി വീണ്ടും വിജയിച്ച് അധികാരത്തിൽ വന്നു. അപ്പം അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ പല ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ദുഃഖം BJPയുടെ വോട്ട് കുറഞ്ഞതിലാണ്. UDFന് വോട്ട് കൂടിയതിൽ രണ്ടാമത്തെ ദുഃഖം. ആദ്യത്തെ ദുഃഖം BJPക്ക് വോട്ട് കുറഞ്ഞതിലാണ്. ഇപ്പോൾ BJP കേരളത്തിൽ ഇല്ലാതാവണമെന്നല്ല മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു. UDFനെ തകർക്കാനൊരു വടി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇപ്പോഴും BJPയെ കാണുന്നു എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള തെളിവാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പത്രസമ്മേളനം തന്നെ. ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വീണ്ടും വിജയിപ്പിക്കുമ്പോൾ കൂടുതൽ വിനയം കാണിക്കേണ്ടതിന് പകരം പ്രതിപക്ഷത്തിനെ മൊത്തം ചീത്ത വിളിച്ചു. അതിൻ്റെ ഒരു ഷെയർ നിങ്ങൾക്കും കിട്ടി. മാധ്യമങ്ങളെയും കുറേ ചീത്ത വിളിച്ചു, പ്രതിപക്ഷത്തിനെയും ചീത്ത വിളിച്ചു. എന്നിട്ട് ഇന്നലെ പറയുകയാണ് ക്രിയാത്മകമായിട്ടുള്ള പിന്തുണ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, ഇനി വിളിക്കാനൊന്നും ബാക്കിയില്ല. അതിനുശേഷമാണ് ക്രിയാത്മകമായിട്ടുള്ള പിന്തുണ അഭ്യർത്ഥിക്കുന്നത്. പിന്നെ ചില നിയോജകമണ്ഡലങ്ങളിൽ UDF ജയിച്ച നിയോജകമണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കുറഞ്ഞതും ഒക്കെ അദ്ദേഹം കണക്ക് സഹിതം കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതായത് കുറ്റിയാടി ഉൾപ്പെടെ നാദാപുരം ഉൾപ്പെടെയുള്ള നിയോജകമണ്ഡലങ്ങളിൽ, കണ്ണൂർ ഉൾപ്പെടെ BJPയുടെ വോട്ട് കുറഞ്ഞ സ്ഥലത്തൊക്കെ LDF ആണ് ജയിച്ചത്. മാത്രമല്ല, ഇപ്പോൾ 2016 വട്ടിയൂർകാവിൽ ഞാൻ ജയിക്കുമ്പോൾ 2011 13,000 വോട്ട് കിട്ടിയ BJPക്ക് അന്ന് 43,000 വോട്ട് കിട്ടി 2016 എൻ്റെ വോട്ട് 56,000 51,000 ആയെങ്കിലും ഞാനന്ന് 7,662 വോട്ടിന് ജയിച്ചു. അപ്പോൾ BJPയുടെ ഏറ്റക്കുറച്ചിലൊന്നും അത് കണ്ടുകൊണ്ട് UDF LDF വിജയത്തിനെ കണക്കാക്കുന്നത് തെറ്റാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് ശ്രീ A. വിജയരാഘവൻ പറഞ്ഞത് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ ഇവിടെ ഒരു പ്രധാന പങ്ക് ഇടതുപക്ഷം വഹിക്കാൻ പോവാണ്. അത് പറയുമ്പോൾ കേരളത്തിൻ്റെ കൂടെ ഇലക്ഷൻ നടന്ന ബംഗാളിലെ അവസ്ഥ എന്താ? 35 വർഷം ഭരിക്കുകയും അത് 25 വർഷം അവർ ഏറ്റുമുട്ടുകയും ചെയ്ത കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ട് പോലും ഞങ്ങൾക്കും ആരെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല, CPMനും കഴിഞ്ഞില്ല. ഞങ്ങൾ പിന്നെ അവിടെ ആദ്യ ദുർബലമാണ്. ഈ തൃണമൂൽ ഉണ്ടായത് കോൺഗ്രസ് നിന്നാണല്ലോ, അപ്പം ഞങ്ങൾക്ക് അവിടെ മുമ്പേ ക്ഷീണമാണ്. പക്ഷെ 35 വർഷം ഭരിച്ച സ്റ്റേറ്റിൽ ഒരു MLA പോലും ജയിപ്പിക്കാൻ കഴിയാത്തൊരു പാർട്ടി കേരളത്തിലെ ഒരു 99 സീറ്റിൻ്റെ ഫലത്തിൽ ഇനി ഞങ്ങൾ ഇന്ത്യ പിടിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിക്കുകയും എന്നാൽ അതേ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ കഴിവുകേടുകൾ ബോധപൂർവം മറയ്ക്കാൻ ശ്രമിക്കുക. ഇതിനെല്ലാം പുറമെ കേരളത്തിലെ
സാമുദായിക സംഘടനകൾ എല്ലാ കാലത്തും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഭരിക്കുമ്പോൾ എന്തെല്ലാം അഭിപ്രായങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം സംഘടനകൾ ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. ഞങ്ങളതിലൊന്നും ആരും ചീത്ത വിളിക്കാൻ പോയിട്ടില്ല. ഇപ്പോഴും ഞങ്ങളെ വിമർശിക്കുന്ന ചില സാമുദായിക സംഘടനകളില്ലേ, ഞങ്ങൾ വല്ലതും തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ലല്ലോ, ഞങ്ങളൊന്നും പറയാറില്ലല്ലോ. കാരണം അവർക്ക് അവരുടെ കാര്യം പറയാൻ അവകാശമുണ്ട്, ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇലക്ഷൻ ദിനത്തിൽ വോട്ട് ചെയ്ത് വന്ന NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് പറയാനുള്ളൊരു അവകാശം ഒരു സാമുദായിക സംഘടനയ്ക്കില്ലേ? അവരതിൽ പറഞ്ഞ കാരണം എന്താ? പുതിയ അധികാരത്തിൽ വരുന്ന സർക്കാരാണ് ശബരിമലയുടെ കാര്യത്തിൽ ഒരു അന്തിമ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് നൽകേണ്ടത്. അതിൽ വ്യക്തമായ നയമില്ലാത്ത മുന്നണിയാണ് ഇടതു മുന്നണി. കാരണം മുഖ്യമന്ത്രിക്ക് ഒരു നയം, കടകംപള്ളിക്ക് വേറെ നയം, യെച്ചൂരിക്ക് ഒരു നയം, കാനം രാജേന്ദ്രന് വേറെ നയം. അങ്ങനെ ഒരു മുന്നണിക്ക് ഒരു കാര്യത്തിൽ അഭിപ്രായ സമന്വയം ഇല്ലാത്ത സ്ഥിതിക്ക് ഇവര് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നൊറ്റ വാക്കേ ശ്രീ സുകുമാരൻ നായർ പറഞ്ഞുള്ളൂ. അത് എല്ലാ ദിവസവും അദ്ദേഹത്തിനും ചീത്ത വിളിക്കുക. അപ്പൊ വിമർശിക്കുന്നവരെ മുഴുവൻ കല്ലെറിയുന്നൊരു സ്വഭാവത്തിലേക്കാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം എന്ന് പറയും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ലോട്ടറി അടിച്ചു എന്ന് വിചാരിച്ച് എന്നും കേരളം ഭരിക്കാം, എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാർഷ്ട്യം ഉണ്ടാവുന്നത് ശരിയല്ല. അപ്പം ഞങ്ങൾ പരാജയം അംഗീകരിക്കുന്നുണ്ട്, അത് ജനാധിപത്യത്തിൽ പതിവാണ്. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് തകരും എന്ന് ആരും വിശ്വസിക്കേണ്ട. ഇതിലേറെ വലിയ പരീക്ഷണങ്ങളെ കോൺഗ്രസ് പല സ്റ്റേറ്റിലും നേരിട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ പാർട്ടി 10 വർഷം പ്രതിപക്ഷത്തിരുന്നില്ലേ? പഞ്ചാബിൽ ഞങ്ങൾ 10 വർഷം പ്രതിപക്ഷത്തിരുന്നില്ലേ? അതിനുശേഷം അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിൽ ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് ഏറ്റവും ശക്തമായിട്ടുള്ള സ്റ്റേറ്റ് പഞ്ചാബല്ലേ. ഞങ്ങളവിടെ 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്ത് ഒരു 10 വർഷം ഇരുന്നാൽ നശിക്കുന്ന പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ് പാർട്ടി. പക്ഷെ ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിങ്ങൾ വട്ടപൂജ്യയായി, നിങ്ങൾ ഭരിച്ച ത്രിപുരയിൽ പകരം അധികാരത്തിൽ വന്ന BJP ആണ്. ഈ സത്യമൊന്നും മറക്കരുത്. കോൺഗ്രസിന് പോയ 3 നേതാക്കന്മാർ ഇടതുപക്ഷത്തേക്ക് പോയി. അതുകൊണ്ട് കോൺഗ്രസ് തകർന്നാലും കുഴപ്പമില്ല, BJP വരാൻ പോകുന്നില്ല എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ അത് കേരളത്തിലൊരിക്കലും കോൺഗ്രസ് തകരാനും പോകുന്നില്ല. നിങ്ങൾ എത്ര വിചാരിച്ചാലും BJP വളരാനും പോകുന്നില്ല. പിന്നെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു, നേമത്തായിരുന്നു BJPയുടെ ഏക MLA. ഇത്തവണ അവരവിടെ തോറ്റു. അപ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ചർച്ച. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ കേട്ട പഴി, ഞാനത് ഇലക്ഷൻ കാലത്തും പറഞ്ഞതാണ്, കോൺഗ്രസ് വോട്ട് മറച്ചു കൊടുത്തിട്ട് BJP ജയിച്ചു എന്നാണ്. അന്നത്തെ സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് വോട്ട് ചോർന്നു പോയി എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഇത്തവണ പാർട്ടി എന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതും. 2 കാര്യങ്ങളാണ് എന്നെ ഏൽപ്പിച്ചത്. ഒന്ന്, BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക, അതോടൊപ്പം സീറ്റ് പിടിച്ചെടുക്കുക. ആദ്യത്തെ കാര്യം നടന്നു, രണ്ടാമത്തെ നടന്നില്ല. BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വൻ ലീഡ് കിട്ടുകയും
കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അവരുടെ കൗൺസിലർമാർ വിജയിക്കുകയും ചെയ്ത വാർഡുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ UDF കഴിഞ്ഞു. ആ മുന്നേറ്റമാണ് BJPക്ക് ഹോൾഡില്ലാത്ത സ്ഥലങ്ങളിൽ LDF ലീഡ് വാങ്ങാൻ ആ ലീഡ് കൊണ്ട് ഇതിനെ മറികടക്കാൻ കഴിഞ്ഞു. ഇപ്പൊ തന്നെ കഴിഞ്ഞ നിയമസഭയിൽ, അതായത് 2016 59,142 വോട്ടാണ് ഇതേ ശിവൻകുട്ടിക്ക് കിട്ടിയത്. അത് ഇത്തവണ 55,837 കുറഞ്ഞു. ഏതാണ്ട് 3,305 വോട്ട് കുറഞ്ഞു. BJP 2016 67,813 വോട്ട് വാങ്ങി. ഇത്തവണ 51,888 വോട്ടായിട്ട് അത് കുറഞ്ഞു. അതായത് ഏതാണ്ട് 15,925 വോട്ട് അവർക്ക് കുറഞ്ഞു. UDF കഴിഞ്ഞ തവണ 13,860 കിട്ടി. ഇത്തവണ 36,524 വോട്ട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്കാണ് പ്ലസ് വന്ന് 22,664 വോട്ട് ഞങ്ങൾക്ക് പ്ലസ് ആയിട്ട് വന്നു. അതായത് രണ്ട് സാഹചര്യങ്ങളിൽ ആ നിയോജകമണ്ഡലത്തിൽ ഒട്ടും വേരില്ലാത്തൊരു ഘടകകക്ഷിക്ക് കൊടുത്തപ്പോൾ നഷ്ടപ്പെട്ട ഞങ്ങളുടെ വോട്ടുകൾ അത് തിരിച്ചു വന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് 15,000 വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ, BJPക്ക് നഷ്ടപ്പെട്ടപ്പോൾ അത് ഞങ്ങൾക്ക് കൂടിയെന്നാണ്. ഞങ്ങൾക്ക് 22,664 വോട്ട് കൂടിയപ്പോൾ എങ്ങനെയാണ് CPM-ന് 3,306 വോട്ട് കുറഞ്ഞതും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞതും എങ്ങനെയാണ്? ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ആകെ ഒരു തിരിച്ചടി ഉണ്ടായത് BJP മേഖലകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതിൽ ആദ്യത്തേതിൽ ഞങ്ങൾക്ക് പ്ലസ് പോയിന്റ് ഉണ്ടായെങ്കിലും രണ്ടാമത്തേതിൽ മൈനസ് പോയിന്റ് ഉണ്ടായി. അതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, ഇവിടെ UDF-നെ സഹായിക്കാൻ തയ്യാറായിരുന്ന ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ SDPI പോലുള്ള സംഘടനകൾ കൊണ്ട് പ്രചരണം നടത്തി. അതായത് K. മുരളീധരന് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല, ഇപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങൾ മുരളീധരന് വോട്ട് ചെയ്താൽ കുമ്മനം ജയിക്കുമെന്നുള്ള രീതിയിൽ. അതിപ്പോൾ SDPI-കാരൻ തന്നെ തുറന്നു പറഞ്ഞല്ലോ നിങ്ങളോട്. ഞാനൊരു സംഘടനയുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിച്ച ഒരാളൊന്നുമല്ല. പക്ഷെ ആ സംഘടനക്കാർ തന്നെ പറഞ്ഞു ഞങ്ങൾ 10,000 വോട്ട് മറച്ചു കൊടുത്തു. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങൾ കണക്ക് എഴുതിയിട്ടുണ്ട്, ന്യൂനപക്ഷ മേഖലയിൽ നല്ല ഏകീകരണം LDF-ന് ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ കേരളത്തിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം LDF-ന് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ നിയമത്തിൽ അത് ഉണ്ടാവില്ലായിരുന്നു. കാരണം BJP-യെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ നല്ല ആവേശത്തോടുകൂടി തന്നെയാണ് എന്നെ വരവേറ്റത്. പക്ഷെ ഇങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടായപ്പോഴാണ് ആ വോട്ടുകൾ മറഞ്ഞുപോയത്. അപ്പോൾ കാൽക്കുലേഷനൊന്നും തെറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ ഞങ്ങൾക്കുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചത് LDF-നുണ്ടായി. അതിൻ്റെ വെച്ച LDF-നുണ്ടായി. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യത്തിൽ സന്തോഷമുള്ളത്, ഒരു MLA പോലും BJP-ക്ക് നിയമസഭയിൽ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ശക്തമായ പങ്കുവഹിച്ചത് UDF-ആണ്. ഇവിടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഇടതുപക്ഷത്തിന് സഹായിച്ചത് ഞങ്ങളുടെ പിന്തുണ, അല്ല ഞങ്ങൾ വോട്ട് സമാഹരിച്ചത്. 2, BJP-ക്ക് മുൻകാലങ്ങളിൽ നല്ല വേരോട്ടമുള്ള മഞ്ചേശ്വരത്തും കാസർഗോഡൊക്കെ പാലക്കാടും ഒക്കെ അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു.
ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ BJP തളച്ചു എന്ന് പറയുന്നതിൽ യാതൊരു LDF പറയുന്ന ഒരു അർത്ഥവുമില്ല. അവരിപ്പോഴും ആഗ്രഹിക്കുന്നത് BJPയുടെ വളർച്ചയാണ്, കോൺഗ്രസിൻ്റെ തകർച്ചയാണ്. ഏതായാലും ഈ പരാജയത്തിന് തീർച്ചയായിട്ടും ഞങ്ങൾ അതിജീവിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. UDF ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കും. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി തലത്തിൽ ഈ ഇലക്ഷൻ്റെ പരാജയത്തിനെ കുറിച്ചൊരു വിലയിരുത്തൽ മറ്റന്നാൾ ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടാകും. അതിനുശേഷമുള്ള വിഷയങ്ങളൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതുകൊണ്ട് UDFും കോൺഗ്രസും തകരും എന്നാരും സ്വപ്നം കാണണ്ട. അതൊരിക്കലും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് പറ്റിയ വീഴ്ചകൾ ഞങ്ങൾ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രധാനമായിട്ടും ഞങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഞങ്ങൾക്കെതിരായിട്ട് കേന്ദ്രീകരിക്കാനുണ്ടായ കാരണം എന്താണ്? എന്തുകൊണ്ട് പരമ്പരാഗതമായി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ഏതൊരു സാഹചര്യത്തിലാണ് നഷ്ടപ്പെട്ടത്? അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പാർട്ടി ഫോറങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. അവരുടെ തെറ്റിദ്ധാരണകൾ അകറ്റിക്കൊണ്ട് അവരെ തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അതായത് മാർക്സിസ്റ്റ് പാർട്ടി BJPയുടെ ഒരു ഭീഷണി കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ അവരിലേക്ക് ആകർഷിക്കുകയും അതേ സന്ദർഭത്തിൽ തന്നെ BJPയുടെ കുറേ വോട്ടുകൾ അവർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത് വത്സൻ തില്ലങ്കേരിയെ പോലുള്ള RSS നേതാക്കന്മാരെ ഇടനിലക്കാരാക്കിക്കൊണ്ടുള്ള പല ഡീലിങ്സും നടന്നിട്ടുണ്ട്. ബാലഭാസ്കർ തന്നെ സൂചിപ്പിച്ചൊരു ഡീലുണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ തവണ നല്ല സാന്നിധ്യം അറിയിച്ച BDJS ഇത്തവണ അവരുടെ പലയിടത്തും വോട്ട് നിയമം ഉൾപ്പെടെ, ഞാൻ അവരുടെ രഹസ്യ ഒരു യോഗം ചേർന്നവരൊക്കെ എനിക്കറിയാം, ഇടതുപക്ഷത്തിനാണ് ഒരു വോട്ട് ചെയ്തത്. അപ്പോൾ BJPയുടെ വോട്ട് കുറഞ്ഞപ്പോൾ അതിൽ കുറേ വോട്ടുകൾ LDFിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് BJP ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കണം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കാൻ കാരണം. BJP വളരുന്നത് തടയാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസ് ആണെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നേമത്ത് അവരെ തോൽപ്പിക്കാൻ ഞങ്ങൾ സഹായിച്ചതും മഞ്ചേശ്വരത്തും കാസർഗോഡും പാലക്കാടും ഒന്നും തൃശ്ശൂരൊക്കെ അവർ ജയിച്ചു വരാൻ കഴിയാതെ. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് പരാതിയില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടിയല്ലോ. ഇവിടെ 14-ൽ 13 UDFന് വോട്ട് കുറഞ്ഞപ്പോൾ കൂടിയത് നേമത്ത് മാത്രമല്ലേ ഉള്ളൂ. അല്ല, ഞാനെല്ലാം തയ്യാറായിട്ട് തന്നെയാണ് പോയത്. പാർട്ടി ഒരു ചലഞ്ച് ഏറ്റെടുക്കണമെന്ന് ഭംഗിയായിട്ട് ഏറ്റെടുത്തു. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു. ആദ്യത്തെ ഒരു ഉദ്ദേശം നടന്നു, രണ്ടാമത്തെ നടന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത ഇലക്ഷനിൽ വരുന്ന സ്ഥാനാർത്ഥിയോട് നിങ്ങൾ 36,000-ൻ്റെ കണക്കല്ലേ ചോദിക്കുള്ളൂ. എന്നോട് നിങ്ങൾ ചോദിച്ചാൽ 13,000-ൻ്റെ കണക്കാണ്.
ഇനി വരുന്ന സ്ഥാനാർത്ഥിക്ക് 36,000 നിന്ന് 55 ആക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ. അല്ല, അതിലൊരു കാര്യമുള്ളത്, ഉമ്മൻചാണ്ടി എൻ്റെ നിയോജകമണ്ഡലത്തിൽ വന്നു, പൊതുയോഗത്തിൽ അഭിസംബോധന ചെയ്തു. എൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. APC പ്രസിഡന്റ് വരാൻ സന്നദ്ധനായിരുന്നു, അത് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഇപ്പം ഞാനവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്കറിയാം. ബൂത്തും സംവിധാനമൊന്നും ഇല്ലാത്തൊരു നിയോജകമണ്ഡലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അതാണല്ലോ നിങ്ങൾ ഈ നിയോജകമണ്ഡലങ്ങളുടെ ലീഡിൻ്റെ നില പറഞ്ഞപ്പോൾ ചില നിയോജകമണ്ഡലത്തിൽ നിങ്ങൾ പറഞ്ഞല്ലേ ഇത് ഇന്ന ഏരിയയാണ് എണ്ണുന്നത്, അവിടെ ഇന്ന മുന്നണിക്കാണ് ലീഡ് കിട്ടാൻ സാധ്യത, അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ മാറി മറിയുന്നൊക്കെ എല്ലാ നിയോജകമണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. നിയമത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ. ഏത് ഏരിയ എണ്ണുമ്പോഴാണ് ലീഡ് ചെയ്യുക, ഏത് ഏരിയ എണ്ണുമ്പോഴാണ് താഴെ പോകാമെന്ന് അറിയാത്ത ഒരു നിയോജകമണ്ഡലമല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് നോക്കിയത് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനാണ്. ഇപ്പോൾ വാർഡ് കൺവെൻഷൻ നടത്തി ഞങ്ങൾ. ആ വാർഡ് കൺവെൻഷൻ നടത്തിയതിന് ശേഷമാണ് നേതാക്കന്മാരുടെ യോഗങ്ങൾക്കുള്ള ഒരു ഘട്ടത്തിലേക്ക് കടന്നത്. അപ്പോഴേക്കും KPC പ്രസിഡന്റ് വടക്കോട്ട് പോയിരുന്നു. ഒരു വാർഡ് കൺവെൻഷനിലൊക്കെ KPC പ്രസിഡന്റിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്ന മോശമല്ലേ. പക്ഷെ അദ്ദേഹം 23-ാം തീയതി വരെ ഇവിടെ ഉണ്ടായിരുന്നു, വരാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിൽ പങ്കെടുപ്പിക്കാൻ കഴിയാതിരുന്നത്. പബ്ലിക് മീറ്റിംഗ് തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം വടക്കോട്ട് പോയി. പിന്നെ ഇലക്ഷൻ്റെ കുട്ടിക്കലാശത്തിന് ശ്രീ രാഹുൽ ഗാന്ധി വന്നല്ലോ. ഇനി അതിൽ മേലെ ആരാ കോൺഗ്രസിന് വരാനുള്ളത്? ൽ പരം വോട്ടാണ് അദ്ദേഹം പിടിച്ചത്. രണ്ട് കാര്യമുണ്ടായി. ഒന്ന്, ഈ ലോക്സഭയുടെയും നിയമസഭയുടെയും അതുപോലെ തന്നെ ലോക്കൽ ബോഡിയുടെയും പാറ്റേൺ വ്യത്യാസം. രണ്ടാമത്, അദ്ദേഹത്തിന് മൈനോറിറ്റി കൺസോൾട്ടേഷൻ കിട്ടി. BJPയുടെ ഏരിയയിൽ ഞാൻ പിടിച്ച വോട്ട് അദ്ദേഹത്തിന് അന്ന് പിടിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ലീഡിലേക്ക് വരുമായിരുന്നു. പക്ഷെ അത് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോലും മൈനസ് വന്നൊരു സ്ഥലത്ത് ഞാൻ പോയിട്ട് മത്സരിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, BJPക്ക് പോയ കുറേ വോട്ടുകൾ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ വോട്ടും വെച്ച് നോക്കിയാൽ ജയിക്കാമെന്ന്. ആ അസസ്മെന്റ് കറക്റ്റായി. പക്ഷേ ഇതേ മൈനോറിറ്റി തന്നെ നാളെ ലോക്സഭയിലേക്ക് ഇലക്ഷൻ ഉണ്ടെങ്കിൽ UDFന് വോട്ട് ചെയ്യും, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതൊക്കെ കുറേ നുണപ്രചരണം ഇങ്ങനെ ഇടതുപക്ഷം നടത്തുന്നതാണ്. ഞാൻ പറഞ്ഞത് അവർക്ക് BJP വളരണമെന്നാണ് ആഗ്രഹം, ഞങ്ങളെ ശരിയാക്കണം. ഏതായാലും BJP ഇനി വളരാൻ പോകുന്നില്ല. എല്ലാ ആവനാഴിയും എല്ലാ അസ്ത്രവും അവർ പ്രയോഗിച്ചു കഴിഞ്ഞു. അത് ചീറ്റിപ്പോയി. ഇനി അവരുടെ തന്നെ കഷ്ടകാലം തുടങ്ങാൻ പോവാ ഡൽഹിയിൽ. അപ്പം പിന്നെ കേരളം രക്ഷപ്പെടില്ലല്ലോ അവർ. അതുകൊണ്ട് ആ ഭീഷണിയൊക്കെ ഒഴിഞ്ഞുകൂടെ. പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ജയിച്ചു വന്ന MLA-മാർക്കാണ്. അവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതാണ് കോൺഗ്രസിന്റെ രീതി. അത് ജയിച്ചു വരുന്ന MLA-മാരാണ് അവരുടെ ലീഡർ തീരുമാനിക്കുന്നത്. മത്സരിച്ചവരുടെ അഭിപ്രായമൊന്നും പാർട്ടി ചോദിക്കില്ല. MLA-മാരാണ് പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അതവർ തിരഞ്ഞെടുക്കട്ടെ, അതടുത്ത് തന്നെ തിരഞ്ഞെടുക്കും പാർട്ടി ലീഡർ. ഏതാ?
ഞാൻ പറഞ്ഞല്ലേ, ഇതൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്ത് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട വിഷയം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, എടുത്തിയാടി ചെയ്യാൻ നടക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷനൊന്നും ഇല്ലല്ലോ, ഇനി 3 കൊല്ലത്തേക്കില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും ആലോചിക്കാം. പാർട്ടിയിൽ ചർച്ച ചെയ്യും, ഹൈക്കമാൻഡുമായിട്ട് സംസാരിക്കും. അതൊക്കെ പാർട്ടി പ്രോട്ടോകോൾ അനുസരിച്ച് നടന്നോളും. ഏതായാലും ഞാൻ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളുണ്ടല്ലോ. അന്ന് എല്ലാവരും എൻ്റെ മെക്കട്ടേക്ക് ചാടാൻ വന്നു. ആ ചാടാൻ വന്നവരാണ് ഇപ്പോൾ പറയുന്നത്. ഞാനിതൊക്കെ ആദ്യമേ പറഞ്ഞതാണ്. അല്ലെ, എൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ്. അത് ഞാൻ പാർട്ടി യോഗത്തിൽ പറയുകയും ചെയ്യും. അതിന് 3 വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഉടനെ അതൊക്കെ ചർച്ച ചെയ്ത് ഏതൊക്കെ ഭാഗത്താണ് ഡിഫക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ചർച്ച ചെയ്യേണ്ട വിഷയം ഇതല്ല. ഈ വോട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ, പരമ്പരാഗത വോട്ടുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു, അതെങ്ങനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതിനല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഈ ചർച്ചയും നടന്നോളും. അതുകൊണ്ടാണല്ലോ ഞാനും പറഞ്ഞത്, എനിക്ക് DCCനെ പറ്റി നല്ല അഭിപ്രായമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം തന്നെ. അത് ജയിച്ചു വന്ന MLA തീരുമാനിച്ചോട്ടെ. നമ്മളെന്തിനാ അതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യം എന്താ? മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ചില അഭിപ്രായം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ ഏകീകരണമുണ്ടായി, അക്കാര്യം കോൺഗ്രസ് പാർട്ടി പരിശോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി.